പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് നമസ്കാരം. ഞാൻ ഹാജയാണ്. ഹാജാസ് PSCയിലെ ഇന്ന് 5ാമത്തെ മോക്ക് ടെസ്റ്റാണ്. ഇന്ന് നമ്മൾ കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ്, ഫിസിക്കൽ സയൻസിലെ കെമിസ്ട്രി ഇൻ ഡെയിലി ലൈഫ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ ആസ്പദമാക്കിയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഉൾപ്പെടുത്തിയ നല്ല ഒരു സെഗ്മെൻ്റാണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റ്. എല്ലാവർക്കും ഈ മോക്ക് ടെസ്റ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ബാക്കിയുള്ള 4 മോക്ക് ടെസ്റ്റുകൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓരോ ടോപ്പിക്കിൻ്റെയും ഡീറ്റെയിൽ ക്ലാസ്സുകൾ ഏകദേശം ഒരു 75ഓളം ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും ഡീറ്റെയിൽ ക്ലാസ്സാണ്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഏവർക്കും ഹാജാസ് PSCയിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. ശരി, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ് ഏതാണ്? കൽക്കരി, പെട്രോളിയം, സൗരോർജം, മണ്ണെണ്ണ. ഈ കൊടുത്തിരിക്കുന്നവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ് ഏതാണ്? ശരിയായ ഉത്തരം സോളാർ എനർജിയാണ്. ഓർത്തു വയ്ക്കണേ, PSC ആവർത്തിച്ച് ചോദിക്കാറുള്ളൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്. അപ്പം സൗരോർജം ഒരു പാരമ്പര്യം അല്ലാത്ത, പാരമ്പര്യേതര ഇതര അല്ലേ, അങ്ങനെയാണ്. അപ്പോൾ ഊർജ സ്രോതസ്സാണ് ഇത്, സൂര്യൻ നിന്നുള്ള പ്രകാശം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം: അലോഹ ധാതുവിന് ഉദാഹരണം ഏതാണ്? ഇരുമ്പ്, സ്വർണം, പെട്രോളിയം, ബോക്സൈറ്റ്. ഇതിലേതാണ് അലോഹ ധാതുവിന് ഉദാഹരണം? PSC ചോദിച്ച ചോദ്യമാണ്. ധാതു എന്നൊക്കെ പറയുമ്പം മാലക്കൈറ്റ് അങ്ങനെയൊക്കെയാണ് തരേണ്ടത്. പക്ഷേ PSC ചോദിച്ചത് കൊണ്ടാണ് അതേപോലെ ഓപ്ഷൻ തന്നിരിക്കുന്നത്. ശരിയായ ഉത്തരം പെട്രോളിയമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അലോഹ ധാതു മണ്ണിൽ നിന്ന് കിട്ടുന്ന ലോഹത്തിൻ്റെ അംശമടങ്ങുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ ധാതുക്കൾ എന്ന് പറയുന്നത്. അപ്പം ഈ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ശരിയായ ഉത്തരം അതാണ്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ സ്രോതസ് അല്ലാത്തതേത്? ഊർജ സ്രോതസ് അല്ലാത്തത്: പവർ ടൈഡൽ, തെർമൽ പവർ, പവർ ജിയോ, നാച്ചുറൽ ഗ്യാസ്. ശരിയായ ഉത്തരം നാച്ചുറൽ ഗ്യാസ് ആണ്. ശരിയായ ഉത്തരം നാച്ചുറൽ ഗ്യാസ് ആണ്. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നാലാമത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നവയിൽ കലോറിക മൂല്യം, കലോറിഫിക് വാല്യൂ എന്ന് പറയും, കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏതാണ്? പെട്രോൾ, എത്തനോൾ, കാർബൺ, ഹൈഡ്രജൻ. ഇതിലേതാണ് ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ളത്? ശരിയായ ഉത്തരം ഹൈഡ്രജൻ ആണ്. ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ, കത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഊർജം പുറത്തേക്ക് കളയുന്നത്, അങ്ങനെയാണ് കലോറിഫിക് വാല്യൂ പറയുക. ശരിയായ ഉത്തരം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ആണ് ഭാവിയുടെ ഇന്ധനം എന്ന് അറിയപ്പെടുന്നത്. റോക്കറ്റുകളിലെ ഇന്ധനം ദ്രാവക രൂപത്തിലുള്ള ഹൈഡ്രജൻ ആണ്. നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. ലെൻസ്, പ്രിസം, ഇത് രണ്ടും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ചോദ്യം ഇങ്ങനെയാണ്. ഓപ്ഷൻ: ഹാർഡ് ഗ്ലാസ്, ഫ്ലിൻറ്റ് ഗ്ലാസ്, സോഡാ ഗ്ലാസ്, ബോറോ സിലിക്കേറ്റ് ഗ്ലാസ്. ലെൻസ്, പ്രിസം എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏത്? ശരിയായ ഉത്തരം ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ്. ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ് ആ ഒരു ഗ്ലാസ്. നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന പോലത്തെ ഗ്ലാസ് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ ലെൻസ് ഉണ്ടാക്കുന്നത്. ആ ലെൻസ് ഉണ്ടാക്കുന്ന ഗ്ലാസിൻ്റെ കോമ്പോസിഷനിൽ വ്യത്യാസമുണ്ട്. ഓക്കെ. സിലിക്ക അടങ്ങിയിട്ടുണ്ട്, പിന്നെ ലെഡ് ഓക്സൈഡ് എന്ന് പറഞ്ഞ സാധനം അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ആ ഫ്ലിൻറ്റ് ഗ്ലാസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ചോദ്യം: എന്തിൻ്റെ പരിശുദ്ധത അളക്കാനാണ് ബൗഡൻ ടെസ്റ്റ് നടത്തുന്നത്? ഓപ്ഷൻ നോക്കാം: തേൻ, നെയ്യ്, രക്തം, ഇതെല്ലാം. ബൗഡൻ ടെസ്റ്റ് എന്തിനാണ് നടത്തുന്നത്? എന്തിൻ്റെ ശുദ്ധത അളക്കാനാണ് നടത്തുന്നത്? അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഗ്ലാസിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത പദാർത്ഥം ഏതാണ്? ചുണ്ണാമ്പ് കല്ല്, കളിമണ്ണ്, സിലിക്ക, ലെഡ് ഓക്സൈഡ്.
ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ഒരു കോമൺ ക്വസ്റ്റ്യനാണിത്. ഗ്ലാസിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത പദാർത്ഥം. ശരിയായ ഉത്തരം നമുക്ക് നോക്കാം. ശരിയായ ഉത്തരം സിലിക്കയാണ്. സിലിക്ക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ മണ്ണ്, പൊടിഞ്ഞ മണ്ണ്, പാറപ്പൊടി എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു സാധനമാണ് സിലിക്ക. സിലിക്കയുടെ ശാസ്ത്രീയ നാമം സിലിക്കൺ ഡയോക്സൈഡ് എന്നാണ്, SiO2. അതാണ് നമ്മൾ കോട്സ് എന്നും പറയും, അതിനെ കോട്സ് എന്നും പറയാറുണ്ട്. ഗ്ലാസിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലെ അസംസ്കൃത വസ്തുവാണ് സിലിക്ക. അടുത്ത ചോദ്യം, ആമാശയത്തിൽ ആസിഡിറ്റി കൂടിയാൽ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾക്ക് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ: ആൻറ്റിബയോട്ടിക്, ആൻറ്റിപൈററ്റിക്സ്, അനാൽജസിക്, ആൻറ്റാസിഡ്സ്. ഇതിലേതാണ് ആസിഡിറ്റി കൂടിയാൽ കുറയ്ക്കാൻ വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ? ശരിയായ ഉത്തരം ആൻറ്റാസിഡ്സ് എന്നാണ്. ആസിഡിന് എതിരായി എന്ന അർത്ഥത്തിലാണ് ആൻറ്റി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എതിര് എന്നാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന, നിങ്ങൾക്ക് നമ്മൾ സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന എന്താണ്? ജലൂസിൽ വാങ്ങാറുണ്ട്. പക്ഷേ സോഡിയം ബൈകാർബണേറ്റ്, മഗ്നീഷ്യം കാർബണേറ്റ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഇതെല്ലാം വയറുവേദനയ്ക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ കൂട്ടത്തിലുള്ളതാണ്. ഓക്കെ, നമുക്ക് അതിനെല്ലാം നമ്മൾ ആൻറ്റാസിഡ്സ് എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഗ്ലാസിനെ ലയിപ്പിക്കുന്ന ആസിഡ് ഏതാണ്? ഗ്ലാസ് ലയിക്കുന്ന ആസിഡ്: ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്. ശരിയായ ഉത്തരം ഏതാണ്? ശരിയായ ഉത്തരം ഹൈഡ്രോഫ്ലൂറിക് ആസിഡാണ്. പക്ഷേ ഗ്ലാസ്സിന് ഇപ്പം ആസിഡ് ഒഴിച്ചാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് ഏത് തരത്തിലുള്ള ആസിഡിലാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രോക്ലോറിക് എന്ന് പറയണം. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ച് വെക്കുന്ന സാധാരണ ഗ്ലാസ്സുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകാറുണ്ട്. പക്ഷേ ഗ്ലാസ്സിനെ ലയിപ്പിക്കുന്നത് ഹൈഡ്രോഫ്ലൂറിക് ആസിഡാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലഘുവായ പഞ്ചസാര ഏതാണ്? ഓപ്ഷൻ: മാൾട്ടോസ്, ലാക്ടോസ്, സൂക്രോസ്, ഗ്ലൂക്കോസ്. ലഘുവായ പഞ്ചസാര ഏതാണ്? ശരിയായ ഉത്തരം ഗ്ലൂക്കോസ് ആണ്. അതായത് പഞ്ചസാരയെ നമ്മൾ സാധാരണയായി സാക്കറൈഡുകളെന്നോ കാർബോഹൈഡ്രേറ്റ് എന്നോ പറയാറുണ്ട്. ഈ കാർബോഹൈഡ്രേറ്റിലെ ഏറ്റവും സിമ്പിൾ മോളിക്യൂളുകളാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അറബിനോസ്, മാനോസ്. ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം, ഇവരെല്ലാം നമ്മൾ ലഘുവായ തന്മാത്രകൾ എന്നാണ് അറിയപ്പെടുക. പക്ഷേ അവരുടെ എല്ലാം ഫോർമുല, ഇവരുടെ ഒരു പ്രത്യേകത, ഇവരുടെ എല്ലാം ജനറൽ ഫോർമുല C6H12O6 എന്നാണ്. ഈ തന്മാത്രാവാക്യമുള്ള എല്ലാ പേരെയും നമ്മൾ ലഘു പഞ്ചസാരകൾ എന്ന് പറയാറുണ്ട്. ഗ്ലൂക്കോസാണ് ലഘു പഞ്ചസാര. നമുക്ക് 11ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇങ്ങനെയാണ്: ഗ്ലൂക്കോസും ഗ്ലൂക്കോസും, രണ്ട് ഗ്ലൂക്കോസുകൾ ചേർന്നതാണ് ലാക്ടോസ്, ഫ്രക്ടോസ്, മാൾട്ടോസ്, സെല്ലുലോസ്. ശരിയായ ഉത്തരം ഏതാണെന്ന് നോക്കാം. ഗ്ലൂക്കോസും ഗ്ലൂക്കോസും ചേർന്നതാണ്. ശരിയായ ഉത്തരം മാൾട്ടോസ്. രണ്ട് ഗ്ലൂക്കോസ് തന്മാത്രകൾ ചേർന്നുണ്ടാകുന്നതാണ് മാൾട്ടോസ്. ഗ്ലൂക്കോസ് ഒരു മോണോസാക്കറൈഡ് ആണ്. അപ്പോൾ രണ്ട് മോണോസാക്കറൈഡുകൾ ചേർന്നുണ്ടാകുന്നവരെ നമ്മൾ എന്ത് പറയും? അവരെ നമ്മൾ ഡൈസാക്കറൈഡ് എന്ന് പറയും. ഡൈസാക്കറൈഡ് വർഗത്തിൽപ്പെട്ടൊരു സാധനമാണ് മാൾട്ടോസ്. ഇതിനെ മാൾട്ട് ഷുഗർ എന്നും പറയാറുണ്ട്. നോക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ചുവപ്പ് നിറം നൽകുന്ന രാസപദാർത്ഥം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ടാർട്രസീൻ, എറിത്രോസീൻ, ഇൻഡിഗോ കാലമൈൻ, നൺ ഓഫ് ദീസ്. ഇതൊന്നുമല്ല. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ചുവപ്പ് നിറം കൊടുക്കുന്നത് ആര്? ശരിയായ ഉത്തരം നമുക്ക് നോക്കാം. ശരിയായ ഉത്തരം എറിത്രോസിൻ ആണ്. എറിത്രോസൈറ്റ് അരുണ രക്താണുക്കൾ, ചുവന്ന രക്താണുക്കൾ. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. എറിത്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ ചുവപ്പെന്നാണ്. അപ്പം ചുവപ്പാണ്. ഇവിടെ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ചുവപ്പ് നിറം കൊടുക്കുന്നത് എറിത്രോസിനാണ്. മഞ്ഞ നിറം കൊടുക്കുന്നത് ടാർട്രസിനും ഇൻഡിഗോ കാലമൈൻ നീല നിറവും കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു കെമിസ്ട്രി ആൻഡ് ഡെയിലി ലൈഫിൻ്റെ എല്ലാ പോർഷനും നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത്, ഇതേ ചാനലിനകത്ത് തന്നെ ക്ലാസ് ഉണ്ട്. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. പോളിത്തീൻ,
പോളിസ്റ്റർ, പോളിസ്റ്റൈറീൻ, പോളിപ്രൊപ്പിലീൻ, PVC. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്? ശരിയായ ഉത്തരം പോളിത്തീനാണ്. ഈഥീൻ എന്ന് കേട്ടിട്ടുണ്ടോ? 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. CH2 ഡബിൾ ബോണ്ട് CH2. ഈഥീൻ്റെ തന്മാത്രകൾ ആയിരക്കണക്കിന് നൂറുകണക്കിന് ഈഥീൻ്റെ തന്മാത്രകൾ ഉന്നത മർദ്ദത്തിലും ഉന്നത ഊഷ്മാവിലും ഉൽപ്രേരകങ്ങളുടെ സാന്നിധ്യത്തിൽ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് പോളിത്തീൻ. ലോകത്തിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക്കാണ് പോളിത്തീൻ. 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഈ പറഞ്ഞ സെൻറ്റൻസ് പറയുന്നുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മനുഷ്യൻ ആദ്യം കണ്ടുപിടിച്ച കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ഓപ്ഷൻ റയോൺ, നൈലോൺ, ബാക്കലൈറ്റ്, മെലാനിൻ. ആദ്യം കണ്ടുപിടിച്ച പ്ലാസ്റ്റിക്. മനുഷ്യൻ ആദ്യം കണ്ടുപിടിച്ച പ്ലാസ്റ്റിക്കാണ് ബാക്കലൈറ്റ്. ബാക്കലൈറ്റ് എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള ഒരു പ്ലാസ്റ്റിക്കാണ്. ചീപ്പ് ഉണ്ടാക്കാനും സോപ്പ് ഡപ്പികൾ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇത് ഫീനോളെന്നും ഫോമാൽഡിഹൈഡ് എന്നും പേരുള്ള 2 പദാർത്ഥങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഒരു പോളിമറാണ്. ഓക്കെ, അടുത്ത ചോദ്യം. റബ്ബറിനെ വൾക്കനൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മൂലകം എന്താണ്? ക്ലോറിൻ, കാർബൺ, നൈട്രജൻ, സൾഫർ. ശരിയായ ഉത്തരം സൾഫറാണ്. അതായത് സാധാരണ റബ്ബറിന് ബലവും കാഠിന്യവും ഇലാസ്തികതയും കുറവാണ്. ഇതെല്ലാം കൂട്ടുന്നതിന് വേണ്ടി സൾഫർ ചേർത്ത് ചൂടാക്കും. 125 മുതൽ 140 ഡിഗ്രിയിലാണ് ചൂടാക്കുന്നത്. അങ്ങനെ ചൂടാക്കുമ്പോൾ റബ്ബർ തന്മാത്രകൾക്കിടയിൽ ഒരു പുതിയ ബലം ഉണ്ടാകും. അതാണ് ഡൈസൾഫൈഡ് ബലം. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൾക്കനൈസേഷൻ എന്ന് പറയും. വൾക്കനൈസേഷൻ കഴിഞ്ഞ റബ്ബറിന് അപാരമായ ബലവും കാഠിന്യവും ഉണ്ടാകും. കൂടാതെ ഇലാസ്തികതയും കൂടുതലായിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശരീര താപനില കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്ന് ഏതാണ്? ആൻറ്റാസിഡ്സ്, ആൻറ്റിബയോട്ടിക്, അനാൽജസിക്, ആൻറ്റിപൈററ്റിക്സ്. ശരിയായ ഉത്തരം ആൻറ്റിപൈററ്റിക്സ് ആണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു ആൻറ്റി എന്ന് പറഞ്ഞാൽ എതിരായി, പൈററ്റിക്സ് എന്ന് പറഞ്ഞാൽ ഉയർന്ന ഊഷ്മാവ്. ശരീര ഊഷ്മാവ് കൂടിയാൽ അത് കുറയ്ക്കാൻ വേണ്ടി കഴിക്കുന്ന മരുന്നുകളാണ് ആൻറ്റിപൈററ്റിക്സുകൾ എന്ന് വിളിക്കുന്നത്. ഓർത്തു വെക്കണം, ആൻറ്റിപൈററ്റിക്സ്. പൈറോമീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കും? ഉയർന്ന ഊഷ്മാവ് അളക്കുന്ന ഉപകരണമാണ്. നോക്കാം, 1ാം ഗ്രേഡ് സോപ്പിൻ്റെ TFM മൂല്യം എത്രയാണ്? അപ്പോൾ ഓപ്ഷനുകൾ നോക്കാം. 76% കൂടുതൽ, 70 മുതൽ 75% വരെ, 60 മുതൽ 69% വരെ, 60% താഴെ. 1ാം ഗ്രേഡ് സോപ്പിൻ്റെ TFM മൂല്യം എത്ര? ശരിയായ ഉത്തരം 76% കൂടുതലാണ് 1ാം ഗ്രേഡ് സോപ്പുകളുടെ TFM വാല്യൂ. സോപ്പുകളെ അവരുടെ ഗുണനിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ്. ഓക്കെ. വാഷിംഗ് സോപ്പുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രാസപദാർത്ഥം. ഓപ്ഷൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം കാർബണേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, സോഡിയം ബൈകാർബണേറ്റ്. ശരിയായ ഉത്തരം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. എണ്ണകളോ കൊഴുപ്പുകളോ സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡിനോട് ചേരുമ്പോഴാണ് സോപ്പ് കിട്ടുന്നത്. സോപ്പുകളുടെ നിർമ്മാണ പ്രവർത്തനത്തെ നമ്മൾ സാപ്പോണിഫിക്കേഷൻ എന്ന് പറയും. സോപ്പുകളുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ കിട്ടുന്ന മറ്റൊരു ഉൽപ്പന്നമാണ് ഗ്ലിസറോൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇങ്ങനെയാണ് ചോദ്യം. ലഘുവായ തന്മാത്രകൾ കൂടിച്ചേർന്ന് വലിയ തന്മാത്ര ഉണ്ടാകുന്ന പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. വിഘടനം,
പോളിമറൈസേഷൻ, താപീയ വിഘടനം, ഹൈഡ്രോളിസിസ് എന്നാണേ. തിരുത്തി വായിക്കുക, ഹൈഡ്രോളിസിസ് എന്നാണ്. ശരിയായ ഉത്തരം പോളിമറൈസേഷൻ. പ്രിയ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കണം, നമുക്കെല്ലാവർക്കും അറിയാം, 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കെമിസ്ട്രിയിൽ ലഘുവായ തന്മാത്രകൾ കൂടിച്ചേർന്ന് സങ്കീർണമായ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മോളിക്യൂൾ ഉണ്ടാകുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ സാധാരണയായി പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. പോളിമറൈസേഷൻ പ്രവർത്തനത്തിലൂടെയാണ് നൈലോൺ, റയോൺ, PVC, പോളിത്തീൻ, പോളിസ്റ്റർ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, ലെവിലോസ് എന്നറിയപ്പെടുന്ന പഞ്ചസാര ഏതാണ്? ഗ്ലൂക്കോസ്, ലാക്ടോസ്, മാൾട്ടോസ്, ഫ്രക്ടോസ്. ശരിയായ ഉത്തരം ഏതാണെന്ന് പറയണം. ലെവിലോസ് എന്ന് അറിയപ്പെടുന്ന പഞ്ചസാര. ശരിയായ ഉത്തരം ഫ്രക്ടോസ് ആണ്. പ്രകൃതി ദത്തമായ ഏറ്റവും മധുരമുള്ള പഞ്ചസാരയാണ് ഫ്രക്ടോസ്. തേനിലെ പഞ്ചസാര എന്നും പറയും. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ വീഡിയോ ചാനലിൽ നമ്മുടെ ഹാജാസ് PSCയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണുക. തേനിലെ പഞ്ചസാര എന്നറിയും. തേനിൽ ഗ്ലൂക്കോസും ഉണ്ട്, പക്ഷേ തേനിലെ പഞ്ചസാര എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഫ്രക്ടോസിനെ പറയണം. പഴങ്ങളിലെ പഞ്ചസാരയും ഫ്രക്ടോസാണ്. ആഹാര പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും കൂട്ടാൻ ചേർക്കുന്ന രാസപദാർത്ഥം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. മോണോ സോഡിയം ഗ്ലൂട്ടമേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം സിട്രേറ്റ്, അസറ്റിക് ആസിഡ്. ശരിയായ ഉത്തരം ഏതാണ്? ആഹാര പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും കൂട്ടാൻ ചേർക്കുന്ന രാസപദാർത്ഥമാണ് മോണോ സോഡിയം ഗ്ലൂട്ടമേറ്റ്. ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ ഹോട്ടലിലൊക്കെ അമിതമായിട്ട് ചേർക്കുന്നുണ്ട്, ഫാസ്റ്റ് ഫുഡിലൊക്കെ. നമ്മൾ അജിനോമോട്ടോ എന്ന് പറയും കേട്ടോ. അപ്പം ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. നമുക്ക് നോക്കാം. ഫ്ലിൻറ്റ് ഗ്ലാസുകളുടെ നിർമ്മാണത്തിന് ചേർക്കുന്ന അത്യന്താപേക്ഷിതമായ പദാർത്ഥം ഏതാണ്? ലെഡ് ഓക്സൈഡ്, മാംഗനീസ് ഓക്സൈഡ്, അയൺ ഓക്സൈഡ്, ലെഡ് ക്ലോറൈഡ്. ഏതാണ് ഫ്ലിൻറ്റ് ഗ്ലാസുകൾ? ഫ്ലിൻറ്റ് ഗ്ലാസുകളുടെ നിർമ്മാണത്തിന് നമ്മൾ എല്ലാ ഗ്ലാസുകളുടെ നിർമ്മാണത്തിനും സിലിക്ക ഉണ്ടാവണം. അതിനോടൊപ്പം വേണ്ടൊരു സാധനമാണ് ലെഡ് ഓക്സൈഡ്. പ്രത്യേകിച്ച് ഫ്ലിൻറ്റ് ഗ്ലാസുകൾ, പ്രിസം ലെൻസ്, കണ്ണട ഇതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഗ്ലാസ്സാണ് ഫ്ലിൻറ്റ് ഗ്ലാസ്. റബ്ബറിൻ്റെ മോണോമറിൻ്റെ പേരെന്താണ്? ഐസോപ്രീൻ, വിനൈൽ ക്ലോറൈഡ്, ഈഥീൻ, ബ്യൂട്ടാഡൈൻ. ഇതിലേതാണ് റബ്ബറിൻ്റെ മോണോമർ? റബ്ബറിൻ്റെ ലഘുവായ തന്മാത്ര ഇതിലേതാണ്? റബ്ബറിൻ്റെ ഏറ്റവും ചെറിയ തന്മാത്ര ഐസോപ്രീൻ എന്നാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, സിമ്പിൾ മോളിക്യൂളെല്ലാം കൂടി കമ്പൈൻ ചെയ്തുണ്ടാകുന്ന വലിയ മോളിക്യൂളിനെയാണ് നമ്മൾ പോളിമർ എന്ന് പറയുക. പോളിമറിന് ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് റബ്ബർ. റബ്ബറിനകത്ത് അടങ്ങിയിരിക്കുന്ന ഏറ്റവും സിമ്പിൾ മോളിക്യൂളിനെയാണ് നമ്മൾ മോണോമർ എന്ന് പറയേണ്ടത്. ഓരോ പോളിമറിലും ഏറ്റവും ലഘു തന്മാത്ര മോണോമർ എന്നാണ് അറിയപ്പെടുക. അപ്പോൾ റബ്ബറിൻ്റെ മോണോമറിൻ്റെ പേരാണ് ഐസോപ്രീൻ. ആ ഐസോപ്രീൻ യൂണിറ്റിനകത്ത് 5 കാർബണും, ഒരു ഐസോപ്രീൻ യൂണിറ്റിൽ 5 കാർബണും 8 ഹൈഡ്രജനും അടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അത്ഭുത മരുന്ന് എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ഓപ്ഷൻ: പാരസിറ്റമോൾ, ആസ്പിരിൻ, ആംബിസിലിൻ, സ്ട്രെപ്റ്റോമൈസിൻ. ഏതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ആസ്പിരിൻ ആണ്. അത്ഭുത മരുന്നെന്നറിയപ്പെടും. ഇതൊരു നല്ല അനാൽജസിക് ആണ്, ആൻറ്റിപൈററ്റിക് ആണ്. ഒരു മരുന്ന് തന്നെയാണ് മൾട്ടിപ്പിൾ ആക്ഷൻസ് ചെയ്യുക. ഇതിൻ്റെ യഥാർത്ഥ പേര് 2-അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്നാണ്. അസറ്റൈൽ സാലിസിലിക് ആസിഡ് എന്ന് മാത്രം പഠിക്കരുത്, കാരണം ഒരു സയൻറ്റിഫിക് എക്സാമിനേഷന് അതിൻ്റെ IUPAC നെയിം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് നെയിം എഴുതണം, 2-അസറ്റൈൽ സാലിസിലിക് ആസിഡ്. തെർമോമീറ്ററുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. പൈറക്സ് ഗ്ലാസ്, ഫ്ലിൻറ്റ് ഗ്ലാസ്, സോഡ ഗ്ലാസ്, ഹാർഡ് ഗ്ലാസ്. ഏതാണ് തെർമോമീറ്ററുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ്? ശരിയായ ഉത്തരം പൈറക്സ് ഗ്ലാസ് ആണ്. ഓക്കെ, തെർമോമീറ്ററുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പ്രിയ ഉദ്യോഗാർത്ഥികളെ, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ മാർക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 20-ന് മുകളിൽ, 20ഓ അതിന് മുകളിലോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് PSCയിൽ നല്ല നിലവാരം പുലർത്തുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെന്ന് മനസ്സിലാക്കാം.
അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ മറ്റുള്ള മോക്ക് ടെസ്റ്റുകൾ എഴുതാത്തവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 15 മുതൽ 19 വരെ മാർക്ക് കിട്ടിയവർ നമ്മളെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു 2 മാസം മാക്സിമം അത്രയും കൊണ്ട് നമുക്ക് നല്ലൊരു ലെവലിലോട്ട് എത്താൻ പറ്റും. ഒരു കുഞ്ഞു ഉപദേശം, ഇച്ചിരി നാളായിട്ട് PSC നിൽക്കുന്ന ഒരാളായതുകൊണ്ട് പറയുന്നൊരു കുഞ്ഞു ഉപദേശം, പഠിക്കുമ്പോൾ എല്ലാം പഠിക്കുന്നതാണ് നല്ലത്. റെഗുലറായിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ നിർത്തുന്നു. താങ്ക് യു. അടുത്ത മോക്ക് ടെസ്റ്റിലും അടുത്ത ക്ലാസ്സിലും കാണാം. ബൈ.